അസ്സലാമലൈക്കും, വെൽക്കം ടു ഷാലൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചിക്കൻ ഷവർമ ലസാനയാണ്. വേറൊരു ചിക്കൻ ലസാനയുടെ ഒരു റെസിപ്പി ഞാൻ അതിലിട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കട്ടോ. ഇത് ഷവർമയുടെ വെച്ചിട്ടാണ്, ഷവർമയുടെ റെസിപ്പി വെച്ചിട്ടാണ് കേട്ടോ ഈ ലസാന ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഡിഷാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഒരു കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ജീരകപ്പൊടി അതും 1 ടീസ്പൂണ്, കുരുമുളക് പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, പിന്നെ ഗാർലിക് പൗഡർ 1 ടീസ്പൂണ്, പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ. എല്ലാം 1 ടീസ്പൂണിലാണ് കേട്ടോ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടിയത് ഗാർലിക് പൗഡർ പോലെ തന്നെയാണ് നമുക്ക് ജിഞ്ചർ പൗഡർ കിട്ടും, അതും 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂണ്, പിന്നെ ഒരു ചെറിയൊരു നാരങ്ങയുടെ പീസ് എടുത്തിട്ടുണ്ട്. അതും അര മതി കേട്ടോ, നമുക്ക് കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തിട്ടുണ്ട് ഞാനൊന്ന്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണ് തൈരാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ ഇപ്പോൾ 3 ഫില്ലറ്റാണ് എടുത്തത്. 3 ഫില്ലറ്റിന് വേണ്ടിയിട്ടാണ് ഈ മസാല കേട്ടോ. അപ്പോൾ അതെല്ലാതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 2 മണിക്കൂറോളം അത് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 200 ഗ്രാമിൻ്റെ മോസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. അതും കൂടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യാം. അപ്പോൾ ചിക്കൻ ഞാൻ ചെറുതായിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഈ മസാല എല്ലാം ആഡ് ചെയ്യാം. പിന്നെ ഇപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയുടെ പൗഡർ കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ടും 1/2 ടീസ്പൂണായിട്ട് നമുക്കിതിലോട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കട്ടത്തൈരാണ്. അപ്പോൾ കട്ടത്തൈര് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ സാധാരണ തൈര് എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ നാരങ്ങയുടെ ആവശ്യമില്ല, നാരങ്ങ നീരിൻ്റെ ആവശ്യമില്ല. ഇത് പുളി കുറവായതുകൊണ്ടാണ് കേട്ടോ ഞാൻ നാരങ്ങതിൽ ആഡ് ചെയ്യണത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യണം. എന്നിട്ടിതൊരു 2 മണിക്കൂറോളം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒരു ഫ്രിഡ്ജിൽ എവിടെയെങ്കിലും ചെറിയ ഒരു സൈഡിൽ വെച്ചാൽ മതി, താഴെ എവിടെയെങ്കിലും വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് മെക്രോണി ഉണ്ടാക്കാം. അപ്പം മെക്രോണിക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ വേവിച്ച് വെച്ചതാണ്. ഇത് ഞാൻ ഒരുപാട് വെള്ളത്തിൽ ഒരു പാക്കറ്റ് ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഉപ്പും എണ്ണ ഒഴിച്ചിട്ടാണ് മെക്രോണി വേവിച്ചെടുത്തത്. ഒരു 20 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് ഊറ്റിയിട്ട് അങ്ങോട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്കിതിലൊരു സോസ് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ആ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മയോണൈസ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് 1.5 ടേബിൾ സ്പൂണ് തൈരാണ്. അപ്പോൾ തൈരും കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് കെച്ചപ്പാണ്. അപ്പോൾ കെച്ചപ്പ് ഒരു 3-4 ടേബിൾ സ്പൂണ് കെച്ചപ്പിൻ്റെ ആവശ്യമുള്ളൂ. 3 ടേബിൾ തന്നെ മതി, അപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് മധുരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിടുക, അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ടൊന്ന് ഇതിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ സോസ് റെഡിയാക്കി വെക്കാം. ആ സമയം കൊണ്ട് നമ്മൾ 2 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഈ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സാധാ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. കുറച്ച് മതി, കാരണം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാനാണേ. ചെറിയ തീയിലിട്ടിട്ട് ഒന്നും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്യാബേജും അതേപോലെ ക്യാരറ്റും ആണ്. അപ്പോൾ ക്യാബേജ് ഞാനിവിടെ ഒരു 2 കപ്പോളം ക്യാബേജ് എടുത്തിട്ടുണ്ട്. അതേപോലെ 2 കപ്പ് ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയൊരു സോസില്ലേ, അതൊരു 2 ടേബിൾ സ്പൂണ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി സോസ് അതങ്ങനെ വെച്ചോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഒലീവ്സോ അല്ലെങ്കിൽ കുക്കുംബറൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ ഇവിടെ കുറച്ച് ക്യാരറ്റും ക്യാബേജിൻ്റെ ആവശ്യമുള്ളൂ. വേണമെങ്കിൽ കുറച്ചും കൂടി വേറെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇനി ഇതേപോലെ നമ്മൾ മെക്രോണി ഉണ്ടാക്കി വെച്ചില്ലേ, ആ മെക്രോണിയിലും ഈ സോസ് നമ്മളൊന്ന് ആഡ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അതും ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് അതിലൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം.
ഇനി നമുക്ക് ഇതേപോലൊരു ബേക്കിംഗ് പ്ലേറ്റ് വേണം. അതിലോട്ട് ആദ്യം നമുക്കൊന്ന് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പ്രെഡ് ചെയ്ത് കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ വെക്കണത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 8 സ്ലൈസസ് ബ്രെഡാണ്. അതിൻ്റെ ബ്രൗൺ പാർട്ടൊക്കെ നമ്മൾ കളഞ്ഞിട്ട് വെച്ചിരിക്കണതാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഒന്ന് നമ്മുടെ ഈ സോസ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബ്രെഡ് ഒന്ന് വെക്കാം. കാരണം നമ്മളിത് ബേക്ക് ചെയ്യുമ്പോൾ ബ്രെഡ് അധികം ബേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫസ്റ്റ് തന്നെ സോസ് ഒന്ന് ഇടുന്നത്. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് സോസ് അതിൻ്റെ മേലൊന്ന് ഈ ബ്രെഡിൻ്റെ മേലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മാക്രോണി ഇടാം. അപ്പോൾ മെക്രോണിയൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് നമ്മുടെ ക്യാബേജും അതേപോലെ എന്താ പറയുക ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്ത് സ്പ്രെഡ് ചെയ്യുമ്പോഴൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലാണ്ട് പ്രസ് ചെയ്യാണ്ട് വെക്കരുത്. കുറച്ചെങ്കിലും സ്പ്രെഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതേപോലെ നമുക്ക് ചിക്കൻ ഒന്ന് ഇതിൻ്റെ മേലിടാം. അപ്പം ഞങ്ങൾ വേറൊരു ലസാനയും കൂടി ഉണ്ടാക്കി. അതിൽ ജസ്റ്റ് ഈ ചിക്കൻ്റെ പകരം ഞങ്ങൾ ചിക്കനും വെച്ചു, പിന്നെ കുറച്ച് സോസേജ് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ട് അതും കൂടി ഇതിലോട്ട് വെച്ചു. സംഭവം രസമാണ്, പക്ഷെ അതിന് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അങ്ങനെയും ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു സോസേജൊക്കെ വെച്ചപ്പോഴും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഷവർമയുടെ പകരം ഷവർമ സോസിൻ്റെ പകരം കുറച്ച് പിസ്സ സോസ് ആണെങ്കിലും വേറെ ലെവലായിരിക്കും. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഇത് പക്ക നമ്മുടെ ഷവർമയുടെ ഫ്ലേവേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ അടുത്ത സോസും കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. ഓരോ സോസ് ഇടുമ്പോഴും നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് വീണ്ടും നമ്മുടെ ക്യാബേജും ക്യാരറ്റും ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മെക്രോണി കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പാസ്ത അങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ മെക്രോണിക്ക് എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് ഇതേപോലെ മോസറല്ല ചീസ് ആഡ് ചെയ്യാം. മോസറല്ല ചീസ് ഇടുമ്പോൾ നല്ലൊരു ചീസി ഫ്ലേവറാണ് കിട്ടണത്. ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ചൊന്നും ഇടരുത്, ഒരുപാട് ഇട്ട് കൊടുക്കണം കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു 200 ഗ്രാം ചീസിന് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 2 പ്ലേറ്റായിട്ടാണ് വെച്ചത്. ഇതിപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, നമ്മൾ വറ്റൽമുളകിൻ്റെ, അത് പൊടിച്ചിട്ട് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇടണ്ട, പിന്നെ നല്ല എരിവുണ്ടാവും കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് ഒറിഗാനും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ വീഡിയോ. അപ്പം നമ്മുടെ ഓവൻ ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു 20 മിനിറ്റോളം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ഒരുപാട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവണം വരെ മാത്രം നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി, കാരണം ബാക്കിയൊക്കെ ബേക്ക്ഡ് ആണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഷവർമ ലസാനിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബൈ.